ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ട് വരുന്ന അരീക്കോട് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 13 മുമ്പ് 13 ആയിരുന്നു, ഇപ്പോൾ 14 പറയപ്പെടുന്നു. ഏതായാലും മാട്ടെ, ഞാൻ ഈ റോഡിൻ്റെ ദയനീയാവസ്ഥ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ റോഡിൻ്റെ ബാക്കിയുള്ള പണി ഇത് ഇത്രയും ദയനീയാവസ്ഥയാണ് കേട്ടോ. ഈ റോഡ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡും കൂടിയാണെന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വിഷയമാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും കൂടി കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ റോഡ് എന്നാണ് പുതുക്കിപ്പണിയായി എന്നുള്ളതിനെ പറ്റി ആർക്കെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. കമൻറ്റിൽ വന്നാൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ റോഡ് പറ്റ ദയനീയാവസ്ഥയിലാണ്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഞാൻ പറയണത് മാത്രമല്ല, ഇവിടെയൊക്കെ ഈ റോഡൊക്കെ ഒന്ന് നോക്കൂ. അതായത് ഇവിടുന്ന് പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ കാണാൻ അത്ര ദൂരേ ഉള്ളൂ. ഇവിടുന്ന് അതായത് പ്രസിഡന്റിൻ്റെ വീടിൻ്റെ മുൻവശം നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. ആ ഒരു കണ്ടീഷനിലാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടിപ്പോൾ ഏകദേശം ഒരു 5-8 മാസം ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു മാറ്റം വരണം. ഓക്കെ, ഈ റോഡ് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ളത് റോഡിന് ഫണ്ട് പാസ്സായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്താനും വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. അത്രേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആളുകൾ പറയുന്നത് പഞ്ചായത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെയാണ് പറയണത്. ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഇപ്പോൾ എനിക്ക് പറയില്ല. അപ്പോൾ ഇത് അറിവ് വേണം. ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് നടക്കും വേണം. കാരണം ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ആളുകൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. ഡെയിലി ഇതിലല്ലേ വരാനുള്ളത്, ഈ റോഡിനല്ലേ വരാനുള്ളത്. അപ്പം അതൊരു വളരെ ദയനീയാവസ്ഥയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വല്ലയിലെ റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിന് നമുക്ക് ഇനിയിപ്പോൾ ഒരു മാസമാണ് ടൈമുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ എന്നോടൊപ്പം. ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഇതിപ്പോൾ
പണി തുടങ്ങിയിട്ടിട്ടുണ്ട്. കല്ല് നമ്മളെ ഇതാ കല്ല് ക്വാറി വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള പണി ഇനി എന്നാണ്, എപ്പോഴാണ്, എന്താണ്, ഏതാണ് എന്നുള്ളതൊന്നും അറിയില്ല. ഇലക്ഷനാണ് വരാൻ പോണത്. ഇത് കഴിഞ്ഞിട്ടെങ്കിലും നടക്കുവയ്ക്കും. അപ്പം നമുക്ക് ഒന്ന് ശ്രമിച്ച് നോക്കുക, അത്രേ ഇപ്പം പറയാനുള്ളൂ. ഏതായാലും വല്ലയിൽ റോഡ് എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാണ് ഇവിടുത്തെ ഈ ഏരിയയിലെ ആളുകൾ പറയുന്നത്.